ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള 50 ചോദ്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. എക്സാമിങ് അടുത്ത് വന്നതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ചോദ്യപേപ്പർ കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. നോക്കാം, ഒന്നാമത്തെ ചോദ്യം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9 കേട്ടോ. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. അടുത്ത ചോദ്യം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 21A എന്താണ് പറയുന്നത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് പിംഗലി വെങ്കയ്യയാണ്. ഇദ്ദേഹം ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി, അതായത് ഭാഗം 4A ആയി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഏത് ഭാഗമാണ്? ഭാഗം 4A ആണ്. കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A ആയി കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനയുടെ വ്യവസ്ഥ ഏതാണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് അയിത്ത നിർമാർജനം. അയിത്ത നിർമാർജനം. അടുത്ത ചോദ്യം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നമ്മൾ കഴിഞ്ഞ എക്സാമിൽ കൂടി കണ്ടതാണ് അല്ലേ, ഹേബിയസ് കോർപ്പസ്. അടുത്തത്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന 6 തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്. നേരത്തെ 7 ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറ്റി, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടന 6 തരം മൗലികാവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? നമ്മളിപ്പോൾ കണ്ടേയുള്ളൂ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയിലൂടെയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22 1947 ജൂലൈ 22 ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അടുത്ത ചോദ്യം.
പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്തരത്തിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്താണ് ചോദിച്ചിട്ടുള്ളത്. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. അനുച്ഛേദം ഏതാണ്? 21A ഇത്തരത്തിൽ പരാമർശിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? സംസ്ഥാനങ്ങളുടേതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 293. 293 ആർട്ടിക്കിൾ 293 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ആർട്ടിക്കിൾ. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ചുവടെ തന്നിട്ടുള്ളവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായിക്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതാണ്? വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള വിവരാവകാശത്തിന്റെ വകുപ്പാണ് വകുപ്പ് 8. വകുപ്പ് 8 വിവരാവകാശ അപേക്ഷ നിരസിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. കണ്ടോ എത്ര തവണയാണ് ഇത് റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3 പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുച്ഛേദം 21A. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം എന്ന തത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത് കേട്ടോ. സോഷ്യലിസം എന്നതാണ് ഇവിടുത്തെ ആൻസർ. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം എന്ന തത്വം ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. മൗലിക കടമകൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? നമുക്കറിയാം അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചധികം രാജ്യങ്ങളിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ കടമെടുത്തിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിംപ്ലി പറയുകയാണെങ്കിൽ മൗലിക കടമകൾ എവിടെ നിന്ന് കടമെടുത്തു? എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSRൽ നിന്നാണ്. മൗലിക കടമകൾ USSRൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. മൗലിക അവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മൗലിക അവകാശങ്ങൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, റഷ്യനിൽ നിന്നല്ല. റഷ്യൻ എന്നാണ് തന്നിട്ടുള്ളത്, തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൗലിക അവകാശങ്ങൾ എന്നത് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നത് ജസ്റ്റീഷ്യബിൾ ഇൻ നേച്ചർ ആണ്, ന്യായവാദാർഹമായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാമത്തതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു 7 അവകാശങ്ങൾ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. അതിൽ നിന്നും സ്വത്തവകാശത്തെ ഒഴിവാക്കിയിരുന്നു. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1, 3, 4 എന്നതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്.
ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൗലിക കടമകളിൽ ഉൾപ്പെടുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക എന്നതും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നു. തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. ഇത് നിർദ്ദേശക തത്വത്തിലാണ് ഉൾപ്പെടുന്നത്, മൗലിക കടമകളിലല്ല. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താലോ. 1ഉം 2ഉം ഉൾപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി. എന്നാലും നോക്കാം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇതും DPSPയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പൊതുമുതൽ പരിരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുന്നു. 1ഉം 2ഉമാണ് ഉൾപ്പെടുന്നവ. 3ഉം 4ഉം ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? മൗലിക അവകാശമാണ് കേട്ടോ. മൗലിക അവകാശം. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിൻ്റെതാണ് ഈ വാക്കുകൾ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A ആണ്. 4A. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? അതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരൊറ്റ തീയതിയെ പറഞ്ഞിട്ടുള്ളൂ. അത് ഏതാണ്? 26 നവംബർ 1949. 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32നെയാണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 32നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത്, ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണിത്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇവിടെ ആൻസർ. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ്, പാർട്ട് 4ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ പേരെന്താണ്? മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. 5 തരം റിട്ടുകളുണ്ട്, നമ്മൾ പഠിച്ചതാണ് അല്ലെ റിട്ടുകൾ. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഏതാണ് അവകാശം?
ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശമാണിത്. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് ആർട്ടിക്കിൾ 32 ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് ആർട്ടിക്കിൾ 226 ഇന്ത്യയിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഇന്ത്യയിൽ ഭരണഘടനാ വകുപ്പ് പ്രകാരം ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? വകുപ്പ് 112 വകുപ്പ് 112 ഇന്ത്യയിൽ ബജറ്റ് അവതരണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 1950 ജനുവരി 26. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത് സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനായിട്ടാണ്. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായത് ഏത്? നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റ് സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം 50% മാറ്റിയിട്ടുണ്ട്. 50% ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് PSC ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1946 1946 ഡിസംബർ 9 തീയതിയാണ്. ഡിസംബർ 9 തീയതിയാണ് 1946 ഡിസംബർ 9 തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നത്. അപ്പൊ തന്നിട്ടുള്ള 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1ഉം 2ഉം ശരി, 3 തെറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നും തന്നെ ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. മൂന്നും തന്നെ ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത്. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്നതും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. അപ്പൊ 3 തെറ്റാണ്. പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടനാണ്, നിയമവാഴ്ചയും ബ്രിട്ടനാണ്. 1ഉം 2ഉമാണ് ശരി, 3 തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നോക്കാം സ്റ്റേറ്റ്മെന്റ്സ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ എന്നത് കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവുകളാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് മാൻഡമസ്. അതും ശരിയാണ്. 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രോഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. 3ഉം തന്നെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൾ ഓഫ് ദി എബവ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ 19 ആർട്ടിക്കിൾ 19 പ്രകാരം ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം 19 ഉൾപ്പെടുന്നു. സംഘടനാ സ്വാതന്ത്ര്യവും 19 ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസ അവകാശം ആർട്ടിക്കിൾ 21A ഉൾപ്പെടുന്നത്. അപ്പം 3ാമത്തേത് ഉൾപ്പെടുന്നില്ല. നമ്മളോട് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഉൾപ്പെടാത്തത്. അത് ഓപ്ഷൻസും ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സമ്മേളന സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, തൊഴില്, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, ഇവയൊക്കെയാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 3 തെറ്റായത്. അടുത്തത് നോക്കാം. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. നിർദ്ദേശക തത്വങ്ങൾ നോക്കാം. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജീവിത നിലവാരം ഉയർത്തുക, ഇതും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പൊ 3ഉം തന്നെ ശരിയാണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ ആൻസർ. ചുവടെ ചേർക്കുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. ആണോ? അല്ല, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സ്വത്തവകാശം മൗലിക അവകാശവും നിയമ അവകാശവുമാണ് എന്നതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 2ാമത്തെ മാത്രം സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വത്തവകാശം ഒരു നിയമ അവകാശമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി 2 എന്നത്. ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. ആർട്ടിക്കിൾ 368 ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളാണ്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. ഹൈക്കോടതികൾക്ക് ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ 3 തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി 1 and 2. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്?
ഇന്ത്യൻ ഭരണഘടനയിൽ 7ാമത്തെ സ്കെഡ്യൂളിൽ 3 ലിസ്റ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുള്ളത്? ബാങ്കിങ്, പൊതുജനാരോഗ്യം, പോലീസ് എന്നതാണ്. പോലീസ് സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് തെറ്റാണ്. പൊതുജനാരോഗ്യവും സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ബാങ്കിങ് എന്നത് പക്ഷേ സെൻട്രലിലാണ്, അതായത് കേന്ദ്ര ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ഇത് ശരിയാണെന്ന് വിചാരിക്കരുത്. ബാങ്കിങ് കേന്ദ്ര ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. എന്നാൽ പൊതുജനാരോഗ്യവും പോലീസും കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ജയിൽ, മദ്യം, വാണിജ്യം എന്നിവയൊക്കെയാണ്. ജയിൽ, മദ്യം, വാണിജ്യം എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ കൺകറന്റ് ലിസ്റ്റ്, വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ എന്നിവ കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്നു. അപ്പോൾ ഇവ രണ്ടുമാണ് ശരി, 2ഉം 3ഉമാണ് ശരി. 1ാമത്തേത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2ഉം 3ഉം ശരിയാണ്. ചുവടെ ചേർക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ PSC ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. പ്രസിഡന്റ് അല്ല, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്, സംസ്ഥാന ഗവർണറാണ്, പ്രസിഡന്റ് അല്ല. പ്രസിഡന്റ് അംഗങ്ങളെ നീക്കം ചെയ്യുന്നതാണ് കേട്ടോ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറും ആണ്. ഓക്കെ ആണോ? ഇനി UPSCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ UPSCയിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. UPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. PSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ക്ലിയർ ആണല്ലോ? UPSCയും PSCയും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? നമ്മളോട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉം ആണ് തെറ്റ്. ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ. 2 and 3, ഓൺലി 2 and 3 ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.